വചനവയൽ ക്വിസ് വേൾഡ് രാജാക്കന്മാരുടെ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ കെ ജോസഫ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിച്ച രാജാക്കന്മാരെ നിങ്ങൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീണ്ടും പുതിയ 5 രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബൈബിൾ വായിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ 1-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവ് 13 വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി. കാനന മന്ദിരവും ഈ രാജാവാണ് നിർമ്മിച്ചത്. കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും പണിയുവാൻ ഈ രാജാവിന് 20 വർഷം എടുത്തു. ഈ രാജാവ് ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിത് പൂർത്തിയാക്കി. ഈ രാജാവിന്റെ കീർത്തിയെപ്പറ്റി കേട്ട് ശേബ രാജ്ഞി അവനെ പരീക്ഷിക്കുവാൻ കടം കഥകളുമായി വന്നു. 1-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ബൈബിൾ വായിച്ച് ഉത്തരങ്ങൾ ഈ എപ്പിസോഡിലെ 2-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കിടക്കാം. യൂദാ രാജാവായ ആഹാസിന്റെ മകനാണ് ഈ രാജാവ്. ഈ രാജാവിന് ഭരണമേൽക്കുമ്പോൾ 25 വയസ്സുണ്ടായിരുന്നു. ജെറൂസലേമിൽ ഈ രാജാവ് 29 വർഷം ഭരിച്ചു. സക്കറിയായുടെ മകൾ അബിയായിരുന്നു ഈ രാജാവിന്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ ഈ രാജാവ് കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. 2-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ്. 3-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. നിംഷിയുടെ പൗത്രനായിരുന്നു ഈ രാജാവ്. ഈ രാജാവ് ഇസ്രായേലിനെ 28 വർഷം ഭരിച്ചു. ഈ രാജാവ് പടിക്കടന്നപ്പോൾ ജസബൽ ചോദിച്ചു, യജമാനഘാതക, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? ഈ രാജാവിന്റെ മകൻ യഹോവാഹാസ് ആണ്. ഈ രാജാവ് സമരിയയിലാണ് സംസ്കരിക്കപ്പെട്ടത്. 3-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. 4-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഷെമിയാത്തിന്റെ മകൻ യൊസാക്കറും യഹോസബാദുമാണ് ഈ രാജാവിനെ വധിച്ചത്. ഈ രാജാവ് സില്ലോയിലേക്ക് പോകും വഴി മില്ലോയിലുള്ള ഭവനത്തിൽ വെച്ചാണ് ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ഈ രാജാവിനെ വധിച്ചത്. ഈ രാജാവിന്റെ 23-ാം ഭരണവർഷം വരെ പുരോഹിതന്മാർ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്തില്ല. ഈ രാജാവ് പൂജാഗിരികൾ നശിപ്പിച്ചില്ല. പിതാക്കന്മാരോട് കൂടെയാണ് ഈ രാജാവ് ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടത്. 4-ാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ ഈ എപ്പിസോഡിലെ അവസാനത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവ് മൊവാബിയരുടെ രാജാവായിരുന്നു. ഈ രാജാവിന്റെ പിതാവിന്റെ പേര് സിപ്പോർ എന്നായിരുന്നു. ബാലാം ഈ രാജാവിന് മൊത്ത് കിരിയാത്ത് ഹുസോത്തിൽ വന്നു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം ഈ രാജാവ് കണ്ടു. മൊവാബിലെയും മിദിയാനിലെയും പ്രമാണികൾ ഈ രാജാവിന് വേണ്ടി പ്രശ്നദക്ഷിണയുമായി ബാലാമിനെ സമീപിച്ചു. പരമ്പര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 5 രാജാക്കന്മാരുടെയും പേരുകൾ കണ്ടെത്തി 7055701222 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. നന്ദി. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: വചനവയൽ ക്വിസ് വേൾഡ് പരമ്പര രാജാക്കന്മാർ എപ്പിസോഡ് 6 1, 2, 3, 4, 5 എന്ന ഫോർമാറ്റിൽ ശരി ഉത്തരം എഴുതി 7025570122 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. നന്ദി.